ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് മക്കളെ? വർത്താനം സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ഞമ്മക്കിവിടെ അൽഹംദുലില്ലാ റാഹത്താണ് കേട്ടോ. നമ്മളിവിടെ നിന്ന് സ്കൂളിൻ്റെ അതിലങ്ങനെ ഒന്നുകൂടെ വന്നതാണേ. സ്കൂളിൻ്റെ ഉള്ളിൽ കുറേ കാണാനും കുറേ പരിപാടികൾ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നതേനു കുട്ടികളെയും കൂട്ടി. അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നോക്കുകയാണ് നിങ്ങൾ, ഇവിടെയൊക്കെ നിറച്ച് ചെടി ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കുറേ പുല്ലും കാടും അതും വന്നിട്ടുണ്ട്. മുൻഭാഗത്ത് തന്നെയാണ് ഇത് കേട്ടോ. ഈ ഭാഗത്തൊക്കെ ഒഴിഞ്ഞ് കിടന്നിരുന്ന സ്ഥലങ്ങളാണ്. നോക്കുകയാണ് നിങ്ങൾ, ഒക്കെ ഓരോ പണിയും ചെയ്ത് ഒക്കെ നല്ല വൃത്തിയിലുണ്ട്. ഓരോ മരങ്ങളും ചെടികളും പൂക്കളും ഒക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ പഠിച്ചിരുന്ന കാലത്തൊക്കെ ഇവിടെ കാടും പൊന്തിയും ഇങ്ങാണ്ട് ആകെ പാറയും ഉരുളൻ കല്ലും പോട്ടൻ കല്ലും ഒക്കെ പൊട്ടൻ കുച്ചൊക്കെ ഇങ്ങാണ്ട് ഇങ്ങനെ ഇനും അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ നോക്കുകയാണ് നിങ്ങൾ, ഇത് അങ്ങേ തലക്കണ്ടതിന് ആ കിണറ്റിൻ്റെ ഇതിൻ്റെയൊക്കെ അവിടെയാണ്, ആ ഭാഗങ്ങളാണ്. നല്ല ഉഷാറായിട്ടുണ്ട് ഈ സ്ഥലം. നമ്മൾ ആട്ടുംകൂട് എന്ന് പറഞ്ഞതിനെ നമ്മളൊക്കെ ഒപ്പം പഠിച്ചതിനൊക്കെ അറിയുള്ളൂ. ആട്ടുംകൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഇത് വ്യായാമം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ്. റെസ്റ്റ് എടുക്കാൻ അതിനുണ്ട്. ഇതിനി ഉദ്ഘാടനം വേറെ ഉണ്ടത്രേ. ആ ഉദ്ഘാടനത്തിൻ്റെ പരിപാടി ഇനി എപ്പോഴാണെന്ന് അറിയില്ല. ഉദ്ഘാടനത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുള്ളൂ ഇതിമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, ഇതിമൊക്കെ ആളെ വിടുക, കയറാൻ പറ്റുക പറഞ്ഞു മാഷന്മാർ. അറിയില്ല ഇനി എപ്പോഴാണ് അത് എന്നുള്ളത്. ഏതായാലും നമ്മളിതിലങ്ങോട്ട് പോന്നപ്പോഴേ ഒന്നിങ്ങോട്ട് കയറി നോക്കിയതാണ്. ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒന്നിങ്ങോട്ട് കയറി നോക്കിയതാണ്. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ട് ഇനി ഇതിൻ്റെ അങ്ങേ തലക്ക വരെ ഒന്ന് പോകണം. ഇതൊക്കെ പുതിയ ബിൽഡിങ് വന്നതാണ്. ആദ്യം ഇങ്ങനെയൊന്നും അല്ലേനല്ലോ, നമ്മളൊന്നും പഠിച്ചിരുന്ന കാലത്ത് ഇങ്ങനെയൊന്നും അല്ലേനും. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് ഇടാൻ ഓരോ കെട്ടിടത്തിനും ഇങ്ങനെ ഓരോ വേസ്റ്റ് ഇടാൻ ഇങ്ങനെ ഓരോ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ സെക്യൂറാണ് കേട്ടോ. നമ്മളെ മോനുണ്ട് നമ്മളെ കൂടെ. മോനു ഇത് പിന്നെ വിജയിച്ച കുട്ടികളെ ഫോട്ടോ ആണ് അവിടെ വെച്ചിട്ടുള്ളത്. നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ നല്ല ചെടി തോട്ടം പോലെ വെച്ച്, അപ്പുറത്തൊക്കെ കുറേ ബാത്റൂമൊക്കെ നല്ല ഉഷാറാക്കി, വെള്ള ടാങ്കും പൈപ്പും നല്ല സുഖമാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, കാരണം ബാത്റൂമിനൊന്നും എല്ലാം ക്ലിയറാണ്. നമ്മളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഇവിടെയൊക്കെ ഒഴിഞ്ഞൊരു സ്ഥലമായിരുന്നു, കാടായിരുന്നു മക്കളെ. പിന്നെ നമ്മൾ പഠിച്ചിരുന്ന സ്കൂള് ഈ ഭാഗത്ത് ഇങ്ങനെ ഈ ക്ലാസ്സിലൊക്കെ ഇവിടെ ഈ ആട്ടിൻകൂട് എന്ന് പറയുന്ന സ്ഥലമായിരുന്നു. ഇവിടെയാണ് ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ പരിപാടി ഉണ്ടാവും. ആ ഭാഗത്തൊക്കെ നല്ല ഉഷാറാക്കിയാണ്. നമ്മളൊന്നും പഠിച്ചിരുന്ന അന്നത്തെ പോലെ അല്ല. അതേപോലെ തന്നെ ഈ ഭാഗം ഒക്കെ ബിൽഡിങ്ങൊക്കെ മാറ്റി പുതിയതാക്കി. എല്ലാ സൗകര്യങ്ങളും ബാത്റൂമും പൈപ്പും വെള്ളവും ഒക്കെ നല്ല ഉഷാറാണ്. ഇവിടെയൊക്കെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് മരവും ചെടിയും ഒക്കെ ഉണ്ട്. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേപ്പുമരം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നല്ല, ഇപ്പം നല്ല ചെടികളും നല്ല ഭംഗിയുണ്ട് കാണാൻ. കുട്ടികൾക്കും തന്നെ ടൈം പാസിന് ഇരിക്കാനും ഒക്കെ നല്ല ഇതാണ്, പഴയ മാതിരിയല്ല. പിന്നെ നമ്മളെ വീഡിയോ പിടിക്കണത് നമ്മളെ മോനുമാണ് കേട്ടോ. മോനു നമ്മളെ കുട്ടിയാണ്, നിങ്ങൾക്ക് അറിയാലോ. തളിച്ചമ്മം ഇപ്പോൾ പരാതി ഇവ കഥ കൊടുത്തു കളി ചെയ്യണ്ട്. ഇപ്പോൾ താത്ത പറഞ്ഞു ചെടി ഒക്കെ മാത്രം നമ്മളെ താത്ത പറഞ്ഞിട്ട് മുൻകളി ചെയ്യുന്നുണ്ട്. വെള്ളം കുപ്പിയൊക്കെ ഒരാൾ കൊണ്ടണം, സപ്പോർട്ട് ചെയ്യണം. ഇവിടെ സെക്രട്ടറി വാക്ക് അപ്പം നമ്മളെ മോനുമാണ് ഇപ്പോൾ സംസാരിച്ചത് കേട്ടോ ഞങ്ങളോട്. എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നൊക്കെയാണ് ഇപ്പം പറയണത്. അപ്പം നിങ്ങൾക്ക് കുറേ മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലാകാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാണ്. നമ്മൾ പഠിച്ചിരുന്ന സ്കൂൾ ആദ്യത്തെ മാതിരിയല്ല, കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നാണ് അവൻ പറഞ്ഞത് കേട്ടോ. ഇവിടെ
ഇനിയിപ്പോൾ ഇത് ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇവിടെ ചെയ്യണം അച്ഛമ്മ മാസം പറയുന്നത് ഉദ്ഘാടനത്തിന്റെ പരിപാടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പെൺകുറി പൈസത്തെ സ്കൂള് ഉദ്ഘാടനം നേട്ടം വരുന്നുണ്ട്. ഇതൊക്കെ തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഒരഭിപ്രായം ഉള്ളതൊക്കെ എല്ലാവർക്കും കമൻറ്റ് ചെയ്യുക. അത് നിങ്ങൾ മറക്കരുത്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തുങ്ങാണ്ട് ലൈക്ക് ചെയ്തുങ്ങാണ്ട് കാണണം കേട്ടോ മക്കളെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മക്കളെ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയതായിട്ട് ആരെയും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.